എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LG ഇൻവെർട്ടർ AC-യുടെ ഇൻഡോർ PCB ആണ്. നമുക്ക് റിപ്പയറിങ്ങിന് വന്നത് ഫുള്ള് ഡെഡ് കണ്ടീഷനിലാണ് റിപ്പയറിങ്ങിന് വന്നത്. ഞാനിത് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടുത്തെ ഈ ഒരു PTC കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. മെയിൻ IC ഷോർട്ടായിരുന്നു. അപ്പോൾ പവർ സപ്ലൈ സൈഡ് ആണെന്ന് കരുതി ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ IC മാറി, പിന്നെ ഈ PTC അതിലെല്ലാം മാറി, ഫ്യൂസ് മാറി. അങ്ങനെ ഈ ഒരു ബോർഡ് ഇപ്പോൾ പവർ ഓൺ ആവുന്നുണ്ട്, പക്ഷേ CH10 ഇൻഡോർ ബ്ലോവർ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് ഇപ്പോൾ ഇതിനകത്തുള്ള ഒരു കംപ്ലൈൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലോവർ മോട്ടറിൽ എന്താണ് പ്രശ്നം, അത് എന്തുകൊണ്ടാണ് കറങ്ങാത്തതെന്നതിനെക്കുറിച്ചും ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നുള്ളതിനെക്കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ഈ ഒരു ബോർഡ് വന്ന കംപ്ലൈൻറ്റ് ഡെഡായിരുന്നു, അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മോട്ടർ കറങ്ങാത്തതിനെ കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിനകത്ത് ഫാൻ മോട്ടറിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ ആ ഒരു എറർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് പവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൺ ചെയ്ത് നമുക്കിതിൻ്റെ എറർ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടെ അമർത്തുക. എല്ലാവരും ചോദിക്കുന്നുണ്ട് എൻ്റെ ഈ ഫോൺ നമ്പർ, എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ്. അത് എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. എൻ്റെ കോൺടാക്റ്റ് നമ്പർ, വാട്സപ്പ് നമ്പറാണത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വാട്സപ്പിൽ കോൾ ചെയ്യരുത്, വിളിക്കുന്നെങ്കിൽ ഡയറക്റ്റ് വിളിക്കുക. ഒരു വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം ഡയറക്റ്റ് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ എറർ കോഡൊന്ന് നോക്കാം. ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പവർ ഓഫായി കിടക്കുകയാണ്. ഇനി സ്വിച്ച് അടിച്ച് പവർ ഓൺ ചെയ്യാം. കാര്യം നേരത്തെ എറർ കാണിച്ചുകൊണ്ട് ഓക്കെ, ഇതിനകത്ത് സ്വിച്ചില്ല, അതുകൊണ്ടിട്ടാണ് ഈ ഞാൻ ട്യൂസ്റ്റർ വെച്ച് ഷോർട്ട് ചെയ്ത് ഓൺ ചെയ്തത്. ഇത് ഓണായിട്ട് നമ്മുടെ ഈ ഒരു ബ്ലോവർ മോട്ടർ കറങ്ങിയിട്ടില്ല. അപ്പോൾ ബ്ലോവർ മോട്ടർ കറങ്ങാത്തതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് CH10 എന്നുള്ള എറർ വരുന്നത്. ഇപ്പോൾ നമുക്കിവിടെ CH10 എന്നുള്ള എറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫാൻ മോട്ടർ വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് റിക്വയർമെൻറ്റുകളെ കുറിച്ച് ആദ്യം തന്നെ നോക്കാം. ആ വോൾട്ടേജൊക്കെ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടാണോ നമ്മുടെ ഈ ഫാൻ വർക്ക് ചെയ്യാതിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, വോൾട്ടേജ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിമീറ്റർ എടുക്കാം. മൾട്ടിമീറ്റർ നമുക്ക് വോൾട്ടേജ് മോഡിലോട്ട് ഇടുക. മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ആകുമ്പോഴത്തേക്കും ഡിസ്പ്ലേ ഓഫ് ആയിരിക്കും. ഡിസ്പ്ലേ ഓഫ് മോഡിൽ 2 വോൾട്ടേജ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. അതിൽ ഒന്നാമത്തത് നമ്മുടെ നെഗറ്റീവ് 320 വോൾട്ട് ഇവിടെ വരുന്നുണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇവിടെ 320 വോൾട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിന് 15 വോൾട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ 320 15 വോൾട്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ എനബിൾ പിന്നും ഫീഡ്ബാക്ക് പിന്നുമാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിനെ നമുക്ക് ആദ്യം ഈ ഒരു ബോർഡൊന്ന് പവർ ഓൺ ചെയ്യാം. ഇപ്പോൾ ബോർഡ് പവർ ഓൺ ആയിട്ടുണ്ട്. പവർ ഓൺ ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു സോക്കറ്റിൽ ആ വോൾട്ടേജ് വരത്തുള്ളൂ. ഇവിടെ 15 വോൾട്ട് വരേണ്ടടുത്ത് അപ്പോൾ വോൾട്ടേജ് ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഈ 3 പിന്നിലും നമുക്ക് യാതൊരു വിധത്തിലുള്ള വോൾട്ടേജും ഇല്ല. ഇവിടെ ഇപ്പോൾ ഈ 320 വോൾട്ട് മാത്രമേ, ഈ 15 വോൾട്ട് എനേബിൾ ചെയ്യുന്നത് ഈ ഒരു ട്രാൻസിസ്റ്ററാണ്. ഈ ഒരു ട്രാൻസിസ്റ്റർ അല്ല, ഇതൊരു മോസ്ഫെറ്റ് ആണ്, സ്വിച്ചിങ് മോസ്ഫെറ്റ്. ഈ 2 മോസ്ഫെറ്റ് ഉണ്ടാവും, PS എന്നും പറഞ്ഞിട്ട്. ഈ 2 ഈ ആദ്യം നമുക്ക് ഈ ഒരു മോസ്ഫെറ്റ് ഇവിടെ നിന്ന് മാറി നോക്കാം. കാര്യം നമുക്കിപ്പോൾ ഈ ഒരു ഒപ്റ്റോ കപ്ലറിൻ്റെ ഈ സൈഡിൽ നമുക്ക് വോൾട്ടേജ് വന്നിട്ടുണ്ട്. പിന്നെ എനബിൾ പിന്നിൻ്റെ 2 സൈഡിലും വോൾട്ടേജ് വന്നിട്ടുണ്ട് ഒപ്റ്റോ കപ്ലറിൻ്റെ. പക്ഷേ ഇവിടെ നിന്ന് വോൾട്ടേജ് ഈ സ്വിച്ചിങ് നടന്ന് നമ്മുടെ ഇവിടെ ഈ ഒരു സോക്കറ്റിൽ എത്തുന്നില്ല. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പവർ ഓഫ് ചെയ്യാം. പവർ ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു കപ്പാസിറ്ററിലെ വോൾട്ടേജ് ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, ഈ കപ്പാസിറ്ററിലെ വോൾട്ടേജ് ഫുൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് അഴിച്ചെടുക്കണം. ഈ ഒരു മോസ്ഫെറ്റ് ഒന്ന് അഴിച്ചെടുക്കുക, PS എന്നുള്ളത്.
അത് മാറ്റിയിട്ടുണ്ട്. അവിടെ നമുക്ക് വേറെ വേറൊരു ബോർഡിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടുള്ള ട്രാൻസിസ്റ്ററാണ്. PS എന്നുള്ള SMD മാർക്കിംഗ് കോഡുള്ള ഒരു ട്രാൻസിസ്റ്ററാണ് ഇളക്കിയെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ട്രാൻസിസ്റ്ററിനെ ഇതിനകത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ പവർ ഓൺ ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴും ഇവിടെ 14 വോൾട്ട് വന്നിട്ടില്ല, പക്ഷേ 14 വോൾട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അത് ഇവിടെ കത്തിയതായിട്ട് കാണാനും പറ്റുന്നുണ്ട്. നമ്മൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പോർഷൻ നമുക്ക് ബേൺ ആയിട്ടുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസും കൂടെ നമുക്ക് അവിടെ നിന്ന് റീപ്ലേസ് ചെയ്യാം. അത് 56 ഓംസിൻ്റെ ഒരു റെസിസ്റ്റൻസാണ് ഇവിടെ വരുന്നത്. 560 എന്നാണ് അതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ റെസിസ്റ്റൻസ് മാറിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ആ വോൾട്ടേജ് പ്രോപ്പറായിട്ട് അവിടെ വന്നിട്ടുണ്ടോ. അപ്പോൾ നമുക്കിവിടെ 13.8 വോൾട്ട് വന്നു. നമ്മുടെ ഫാൻ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ട് കംപ്ലൈൻ്റ് ആയിട്ട് ഇതിനകത്ത് ഈ ഒരു ബോർഡ് കംപ്ലൈൻ്റ് ആയി പോകാൻ കാരണമേ ഇതിൻ്റെ ഇൻഡോർ ഫാൻ മോട്ടർ ആയിരുന്നു. ഇൻഡോർ ഫാൻ മോട്ടർ നല്ല രീതിയിൽ ഷോർട്ടായിട്ട് ഈ ഇതിനകത്ത് ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കയറി വന്നിട്ട് മെയിൻ നമ്മുടെ സ്വിച്ചിങ് IC പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫ്യൂസ്, NTC, ഇപ്പോൾ ആ ട്രാൻസിസ്റ്റർ, ഈ റെസിസ്റ്റൻസ് ഇതെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ പോയ കമ്പോണൻറ്റുകളെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.